മൊഡ്യൂൾ 3ൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SIC/XCയുടെ മെഷീൻ ഡിപ്പെൻഡൻറ്റ് അസംബ്ലർ ഫീച്ചേഴ്സാണ്. മെഷീൻ ഡിപ്പെൻഡൻറ്റ് ഫീച്ചേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്, അഡ്രസ്സിംഗ് മോഡ്, എങ്ങനെയാണ് SIC/XCയിൽ ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത്, പിന്നെ പ്രോഗ്രാം റീലൊക്കേഷൻ എന്താണ്. മെഷീൻ ഡിപ്പെൻഡൻറ്റ് അസംബ്ലർ ഫീച്ചേഴ്സ് ചോദിച്ചാൽ ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എഴുതണം, അതുപോലെ പ്രോഗ്രാം റീലൊക്കേഷനും എഴുതണം. ഓക്കെ, ഇനി SIC/XC മെഷീനിൽ നമുക്ക് മെമ്മറി അറിയാം. എത്ര മെമ്മറി ഉണ്ട്? 2/20 ബൈറ്റ്സ് മെമ്മറി, അതായത് 1 MB മെമ്മറി ഉണ്ട്. രജിസ്റ്റേഴ്സ് ആണെങ്കിൽ SICയിലുള്ള A, X, L, PC, SW കൂടാതെ ബേസ് രജിസ്റ്റർ ഉണ്ട്. S and T എന്ന് പറയുന്ന 2 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് അക്യുമുലേറ്റ് രജിസ്റ്റർ, അതായത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷനെ സപ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫ്ലോട്ടിംഗ് പോയിൻ്റ് അക്യുമുലേറ്റർ രജിസ്റ്റർ കൂടി ഉണ്ട്. ഇനി SICയിലാണെങ്കിൽ ആകെ ഒരു ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ SIC/XCയിൽ 4 ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ഉണ്ട്. അതായത് 1 ബൈറ്റ് ലെങ്ത് ഉള്ളതുണ്ട്, 2 ബൈറ്റ് ലെങ്ത് ഉള്ളതുണ്ട്, 3 ബൈറ്റ് ലെങ്ത് ഉള്ളതുണ്ട്, അതുപോലെ 4 ബൈറ്റ് ലെങ്ത് ഉള്ളതുണ്ട്. 1 ബൈറ്റ് ലെങ്ത് ഉള്ളത് അല്ലെങ്കിൽ 8 ബിറ്റ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഓപ്കോഡ് മാത്രമായിരിക്കും. എക്സാമ്പിൾ, റിട്ടേൺ സബ്, ആർ സബ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനിൽ ഓപ്പറൻറ്റ് എഴുതാറില്ല, ഓപ്കോഡ് മാത്രമേ ഉള്ളൂ. അതുപോലെ രണ്ടാമത്തെ ഒരു ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് എന്ന് പറയുന്നത് 2 ബൈറ്റ് ലെങ്ത് ഉള്ളത് അല്ലെങ്കിൽ 16 ബിറ്റ് ഉള്ളതാണ്. അതിൻ്റെ അകത്ത് ഓപ്പ് കോഡ് 8 ബിറ്റ് എടുക്കും. പിന്നെ 2 രജിസ്റ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ രജിസ്റ്റർ 1, രജിസ്റ്റർ 2 അത്രയും യൂസ് ചെയ്യും. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമ്പയർ A, S എന്ന് പറയുന്നതിൽ എയും എസ് എന്ന് പറഞ്ഞ 2 രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കമ്പാരിസൺ ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് COMPR എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ 2 രജിസ്റ്റർ യൂസ് ചെയ്തതുകൊണ്ട് ഇതെന്താണ്? ഫോർമാറ്റ് 2 ആയിരിക്കും. ഓക്കെ, ഇനി ഫോർമാറ്റ് 3ലാണെങ്കിൽ 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് ആ 3 ബൈറ്റ് ഇൻസ്ട്രക്ഷനിൽ 6 ബിറ്റ് മാത്രമേ ഓപ്കോഡിന് വേണ്ടിയിട്ടുള്ളൂ. പിന്നെ N ബിറ്റ്, I ബിറ്റ്, X ബിറ്റ്, B ബിറ്റ്, P ബിറ്റ്, E ബിറ്റ്, പിന്നെ 12 ബിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്, അങ്ങനെ ടോട്ടൽ 24 ബിറ്റ്. ഇനി ഓപ്കോഡ് NIXBPE ഡിസ്പ്ലേസ്മെൻറ്റ് 12 ബിറ്റ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ബിറ്റിൻ്റെ വാല്യൂ ബേസ് ചെയ്തിട്ടാണ് ഫോർമാറ്റ് 3 ആണോ ഫോർമാറ്റ് 4 ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഫോർമാറ്റ് 4ലും ഓപ്കോഡ് NIXBPE ആണ് ഉള്ളത്. പക്ഷേ എങ്കിൽ ഇവിടെ അഡ്രസ് ബിറ്റാണ്. അഡ്രസ്സ് എന്ന് പറയുന്നത് ഓപ്പറൻറ്റിൻ്റെ അഡ്രസ്സ് ഡയറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് 20 ബിറ്റാണ്. ബട്ട് ഫോർമാറ്റ് 3ൽ ഇവിടെ ഓപ്പറൻ്റെ അഡ്രസ്സ് അല്ല, ഓപ്പറൻറ്റിൻ്റെ അഡ്രസ്സ് അല്ല, ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇനി ഓപ്പറൻറ്റ് കിടക്കുന്നത് കറണ്ട് ലൊക്കേഷനിൽ എത്രമാത്രം ഡിസ്റ്റൻറ്റിലാണ് എന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് 12 ബിറ്റ് എന്ന് പറയുന്നത്. ഇനി അതർ ഡിഫറൻസ്, ഈ ബിറ്റിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ, ഈ ബിറ്റിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഫോർമാറ്റ് 3 ആണ്. ഈ ബിറ്റിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഫോർമാറ്റ് 4 ആണ്. ഓക്കെ, ഇനി P ബിറ്റിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി P ബിറ്റ് 0 ആണെങ്കിൽ ബേസ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡായിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി X ബിറ്റ് 1 ആണെങ്കിൽ ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നു. I ബിറ്റ് ആണെങ്കിൽ ഇൻഡെക്സ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്കൊരു SIC പ്രോഗ്രാം തന്നാൽ അതിൻ്റെ അകത്ത് ഏതൊക്കെ ടൈപ്പ് അഡ്രസ്സിംഗ് മോഡ് ഉണ്ടെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ ഇങ്ങനെ നോക്കിയാൽ മതി. ഓപ്കോഡ് കഴിഞ്ഞ് ഓപ്പറൻറ്റ് സൈഡ് ഒരു ഹാഷ് കണ്ടാൽ അതൊരു ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഇനി ഓപ്കോഡ് കഴിഞ്ഞ് ഒരു @ ഇട്ടിട്ട് ഒരു മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ അത് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഇനി ഓപ്കോഡിന് ശേഷം ജസ്റ്റ് ഒരു മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ ഒന്നുകിൽ അത് പ്രോഗ്രാം കൊണ്ട് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡാണ്, അല്ലെങ്കിൽ ബേസ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡാണ്. ഓക്കെ, ഇനി ഓപ്കോഡിന് ശേഷം ഒരു മെമ്മറി ലൊക്കേഷൻ മാത്രം കണ്ടാൽ നമ്മൾ ട്രൈ ചെയ്യേണ്ടത് പ്രോഗ്രാം കൊണ്ട് റിലേറ്റീവ് അഡ്രസ്സിംഗ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം, അല്ലെങ്കിൽ ബേസ് റിലേറ്റീവ് അഡ്രസ്സിങ്ങിലോട്ട് പോകണം. ഇനി നോർമലി ബേസ് റിലേറ്റീവ് ആണെങ്കിൽ ബേസ് എന്ന് പറയുന്ന ഒരു അസംബ്ലർ ഡയറക്റ്റീവ് ഉപയോഗിച്ചിട്ട് ബേസ് രജിസ്റ്ററിൽ എന്താണ് എന്ന് പറയാറുണ്ട്. ഇനി ഈ ഡിസ്പ്ലേസ്മെൻറ്റ് വളരെ കൂടുതലാണ്. അതായത് ബേസ് റിലേറ്റീവ് ആണെങ്കിൽ റിലേറ്റീവ് ഡിസ്റ്റൻസ് ആയിരിക്കും, PC റിലേറ്റീവ് ആണെങ്കിലും റിലേറ്റീവ് ഡിസ്റ്റൻസ് ആയിരിക്കും ആ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുക. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് 2 ലാർജ് ആണെങ്കിൽ ഫോർമാറ്റ് 4 ഇൻസ്ട്രക്ഷനിലോട്ട് പോകുന്നു. അതാണ് എക്സ്റ്റെൻഡഡ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് അല്ലെങ്കിൽ ഫോർമാറ്റ് 4 ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതായത് പ്ലസ് സൈൻ കണ്ടാൽ ഫോർമാറ്റ് 4 ഇൻസ്ട്രക്ഷൻ ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഓപ്കോഡിന് ശേഷം ഒരു മെമ്മറി ലൊക്കേഷൻ X ഉണ്ടെങ്കിൽ അത് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ് ആയിരിക്കും. പിന്നെ SIC/XC ഇൻസ്ട്രക്ഷനിൽ R1 R2 ഇൻസ്ട്രക്ഷൻസ് കാണാറുണ്ട്. ഫോർമാറ്റ് 2 R1 R2 എന്നുള്ളത് ഇവിടെ കാണുന്നു. ഓക്കെ, R1 R2 എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അതായത് മുമ്പ്
നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി. കമ്പയർ A1, S എന്ന് പറഞ്ഞ് അല്ലേ. അതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, 2 രജിസ്റ്റേഴ്സാണ്. അത് രജിസ്റ്റർ ടു രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇനി ഈ രജിസ്റ്റർ ടു രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻ SIC XC സപ്പോർട്ട് ചെയ്യുന്നത് കാരണം കുറച്ചുകൂടെ ഫാസ്റ്റാണ്. ബിക്കോസ് നമ്മുടെ CPU കൂടെ രജിസ്റ്റേഴ്സ് ഇരിക്കുന്നത് കൊണ്ട് രജിസ്റ്റർ ടു രജിസ്റ്റർ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ മെമ്മറി ആക്സസ് ചെയ്തിട്ട് ഒരു ഓപ്പറൻറ്റിനെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെച്ച് ചെയ്ത് ഡിക്കോഡ് ചെയ്ത് പിന്നെ എക്സിക്യൂട്ട് ചെയ്ത് അതിന് കുറേ ടൈം എടുക്കും. ബട്ട് കുറച്ചുകൂടി സ്പീഡിയാണ് SIC ഇൻസ്ട്രക്ഷൻ. മെമ്മറി ഭയങ്കര ലാർജ് ആയതുകൊണ്ട് അറ്റ് എ ടൈം മൾട്ടിപ്പിൾ പ്രോഗ്രാം നമുക്ക് മെമ്മറിയിൽ വെക്കാൻ പറ്റും. അതുകൊണ്ട് പലപ്പോഴും റിലൊക്കേഷൻ കേബിലിറ്റി നമുക്ക് വേണ്ടി വരും. ഓക്കെ, ഇനി എക്സിക്യൂഷൻ സ്പീഡ് SIC XC വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഓൾറെഡി പറഞ്ഞു. രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻ കുറച്ചുകൂടെ ഫാസ്റ്റർ ആണ് ദാൻ SIC. അതായത് രജിസ്റ്റർ ടു രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻ കുറച്ചുകൂടി ഫാസ്റ്റർ ആയിരിക്കും ഇതിനേക്കാളും രജിസ്റ്റർ ടു മെമ്മറി ഇൻസ്ട്രക്ഷൻ അല്ലേ. ഇനി അപ്പോൾ നോർമലി നമുക്ക് പറയാം എക്സിക്യൂഷൻ സ്പീഡ് കൂടുതലാണ്. കാരണം മെമ്മറിയിൽ നിന്നൊരു ഡാറ്റ എടുക്കണമെങ്കിൽ കുറച്ചുകൂടി ടെഡിയസ് ആയിട്ടുള്ള ടാസ്ക്കാണ്. രജിസ്റ്റർ ടു രജിസ്റ്റർ ആണെങ്കിൽ CPU അസോസിയേറ്റ് ചെയ്ത് രജിസ്റ്റർ ഇരിപ്പുണ്ട്, കണ്ടൻസ് ഇരിപ്പുണ്ട്, പെട്ടെന്ന് ഓപ്പറേഷൻ നടത്താം. ദെൻ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് മോഡിൽ നമുക്ക് വേണ്ട ഓപ്പറൻറ്റ് ഇൻസ്ട്രക്ഷൻ ഒപ്പം തന്നെ വരുന്നത് കാരണം, അതായത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് മോഡിൽ നമുക്ക് വേണ്ട ഓപ്പറൻറ്റ് ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒപ്പം തന്നെ വരുന്നതാണ്. നമുക്ക് പിന്നെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുക ഒന്നും വേണ്ട. ഓക്കെ, അതാണ് നെക്സ്റ്റ് അഡ്വാൻറ്റേജ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് കുറച്ചുകൂടെ സ്പീഡ് SIC XCയിൽ കമ്പയർഡ് ടു SIC ഉണ്ടായിരിക്കും. ഇനി യൂഷ്വലി ഇത് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ് സപ്പോർട്ട് ചെയ്യും. ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡിൽ 2 ഇൻസ്ട്രക്ഷന് പകരം ഒറ്റ ഇൻസ്ട്രക്ഷനിലൂടെ നോർമലി പല കാര്യങ്ങളും എടുക്കാം. ദെൻ ദിസ് ടൈപ്സ് ഓഫ് അഡ്വൈസ് ഒക്കെ ഉള്ളതുകൊണ്ട് SICയുമായി കമ്പയർ ചെയ്യുമ്പോൾ SIC XC കുറച്ചുകൂടി ഫാസ്റ്ററാണ്. ഇനി ഈ പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു SIC XC പ്രോഗ്രാമാണ്. ഈ ഇൻസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹാഷ് ഉണ്ട്. അപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് അവിടെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ബേസ് എന്ന അസംബ്ലർ ഡയറക്റ്റീവ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് പറയാം ഇത് ബേസ് രജിസ്റ്ററിൽ ലെങ്ത്തിൻ്റെ അഡ്രസ് ലോഡ് ചെയ്യണം എന്നാണ് ഈ ബേസ് എന്ന് അസംബ്ലർ ഡയറക്റ്റീവ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. പ്ലസ് വന്നതുകൊണ്ട് നമുക്ക് പറയാം ഇതൊരു ഫോർമാറ്റ് ഫോർ ഇൻസ്ട്രക്ഷനാണ് ഇത്. അതുപോലെ #3 #3 എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. നെക്സ്റ്റ് പ്ലസ് വീണ്ടും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് SIC XC പ്രോഗ്രാമാണ് എന്ന് മനസ്സിലാക്കാം. ഇനി ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് SIC XCയിൽ അക്യുമുലേറ്റർ കറസ്പോണ്ടിങ് ആയിട്ട് ഉപയോഗിക്കുന്നത് 0 ആണ്. ഇൻഡെക്സ് രജിസ്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉപയോഗിക്കുന്നത് 1 ആണ്. ലിങ്കേജ് രജിസ്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉപയോഗിക്കുന്നത് 2 ആണ്. അങ്ങനെ ബേസ് രജിസ്റ്ററിന് 3, S രജിസ്റ്ററിന് 4 എങ്ങനെയാണ്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പ് കോഡ് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ കമ്പയറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓപ്പ് ടാബ് നോക്കിക്കഴിഞ്ഞാൽ കമ്പയറിന് കറസ്പോണ്ടിങ് ആയിട്ട് A0 ആയിരിക്കും അതിൻ്റെ ഓപ്പ് കോഡ്. ഇനി നമുക്കറിയാം കമ്പയർ A, S എന്ന് പറഞ്ഞാൽ ഇത് രജിസ്റ്റർ ഇൻവോൾവ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ്. രജിസ്റ്റർ ഇൻവോൾവ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം 16 ബിറ്റ് ആയിരിക്കും. കമ്പയർ A, S ദി ഓപ്പ് കോഡിന് 8 ബിറ്റ്, രജിസ്റ്ററിന് 4 ബിറ്റ്, രജിസ്റ്റർ 2നും 4 ബിറ്റ്. ഓക്കെ, ഇനി ഈ കമ്പയറിന് കറസ്പോണ്ടിങ് ആയിട്ട് A0, അക്യുമുലേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കറിയാം എന്താണ് 0 കൊടുക്കുക. അതുപോലെ എസിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 കൊടുക്കുക. ഓക്കെ, ഇനിയൊരു രജിസ്റ്റർ ടു മെമ്മറി ഇൻസ്ട്രക്ഷൻ ആണ് എങ്കിൽ SIC XC ആദ്യം PC റിലേറ്റീവ് ആയിട്ട് ട്രൈ ചെയ്യും. അത് പറ്റുന്നില്ല എങ്കിൽ ബേസ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് അപ്ലൈ ചെയ്യും. ഇങ്ങനെയുള്ള റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡിലെല്ലാം ഫോർമാറ്റ് 3 ഇൻസ്ട്രക്ഷനാണ്. അതുപോലെ ഫോർമാറ്റ് 3 ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പ് കോഡ് NIXBP ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഫീൽഡാണ്. ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർമാറ്റ് 3 ആയിരിക്കും. ഇനി ഈ ഡിസ്പ്ലേസ്മെൻറ്റ് 12 ബിറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ അതുപോലെ 12 ബിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് PC റിലേറ്റീവ് ആണെങ്കിൽ
2048 മുതൽ നെഗറ്റീവ് 2048 മുതൽ പോസിറ്റീവ് 2047 ബൈറ്റ്സ് വരെ നമുക്ക് ആ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ വരാം. അത്രയും ബൈറ്റ്സ് വരെ. ഓക്കെ. ഇനി ബേസ് റിലേറ്റീവ് ആണെങ്കിൽ 0 to 4095 വരെ നമുക്ക് വരത്തുള്ളൂ. ഇനി ഒരു ഇൻസ്ട്രക്ഷൻ തന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കുക PC റിലേറ്റീവ് അഡ്രസ്സിങ് പറ്റുമോ എന്നാണ്. അത് പറ്റുന്നില്ല എങ്കിൽ ബേസ് റിലേറ്റീവിലോട്ട് പോകും. അത് രണ്ടും പറ്റുന്നില്ല എങ്കിൽ അത് ഫോർമാറ്റ് 4 ഇൻസ്ട്രക്ഷൻ വഴിയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി ചില ഇൻസ്ട്രക്ഷൻസ് എടുത്തിട്ട് SIC XC എങ്ങനെയാണ് ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. SICയുമായിട്ട് സ്മോൾ ഡിഫറൻസ് ഉണ്ട്, അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഫസ്റ്റ് STL RET ADR ഇത് ഒപ്കോഡ് ഏത് STL എന്ന് പറയുന്നത്. ഇനി ഇത് ഒരു മെമ്മറി ലൊക്കേഷനുമാണ്. ഒപ്കോഡും ഒരു മെമ്മറി ലൊക്കേഷനുമാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ട്രൈ ചെയ്യും? PC റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് ആണ് ട്രൈ ചെയ്യുന്നത്. ആ ഫോർമാറ്റ് 3 ആണ്. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓപ്കോഡ് മാത്രമാണോ? അല്ല. അപ്പോൾ ഫോർമാറ്റ് 1 അല്ല. ഇനി രജിസ്റ്റർ ടു രജിസ്റ്റർ ഫോമിലാണോ? അല്ല. അപ്പോൾ ഫോർമാറ്റ് 2ഉം അല്ല. അപ്പോൾ ഫോർമാറ്റ് 3 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇവിടെ ഓപ്കോഡിന് ശേഷം ഒരു മെമ്മറി ലൊക്കേഷനാണ് കാണുന്നത്. പ്ലസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഫോർമാറ്റ് 4 ആയിരുന്നേനെ. ഇനി ഫോർമാറ്റ് 4 അല്ല, പ്ലസ്സും ഇല്ല, രജിസ്റ്റർ 1ഉം രജിസ്റ്റർ ഫോമിലും അല്ല, ഓപ്കോഡ് മാത്രമല്ല. അപ്പോൾ നമുക്ക് ഇത് ഷുവറായിട്ട് ഫോർമാറ്റ് 3യിലാണെന്ന് പറയാം. അപ്പോൾ ഓപ്കോഡ് NIX BPE 12 ബിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ അഡ്രസ്സ് അല്ല, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ. 12 ബിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണുന്നത്, അതായത് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കാണുന്നത് എങ്ങനെയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് കാണുന്നത് ഈ മെമ്മറി ലൊക്കേഷൻ മൈനസ് PC ആയിരിക്കും. PC എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ. അപ്പോൾ RET ADR മൈനസ് PC എന്ന് പറഞ്ഞാൽ, അതായത് RET ADRൻ്റെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ അഡ്രസ്സ് നമുക്കറിയാം 0030 ആയിരിക്കും. അപ്പോൾ ആ 30 മൈനസ് PC എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ വരുന്നത്? ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് 000 ആണ്. അപ്പോൾ PC സ്റ്റോർ ചെയ്യുന്നത് എന്താണ്? കണ്ടൻസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി ഫെച്ച്ഡ്, അതായത് അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി ഫെച്ച്ഡ്. അതായത് ഇതിൻ്റെ അഡ്രസ്സ് 00 ആണെങ്കിൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ 3 ബൈറ്റ് കൂട്ടിയിട്ടാണല്ലോ ഉണ്ടായിരിക്കുക. അപ്പോൾ എത്രയായിരിക്കും ഉണ്ടാവുക? RET ADR മൈനസ് PC എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെക്സിൽ 2D കിട്ടും. ഓക്കെ. അതായത് RET ADR ഡിഫൈൻ ചെയ്ത് സിമ്പിൾ ടേബിളിൽ 30യിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു PC റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡാണല്ലോ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് കണ്ടന്റ് ഓഫ് ദി PC എന്ന് പറഞ്ഞാൽ അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഈ ലൈനിൽ റീഡ് ചെയ്യുമ്പോൾ എന്താവും? 000യിലാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഈ ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടന്റ് ഓഫ് ദി പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ 0003 ആണ്. ഇനി അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ 3 ബൈറ്റിന് ശേഷമല്ലേ, അതുകൊണ്ട് കണ്ടന്റ് ഓഫ് ദി PC എന്ന് പറഞ്ഞാൽ 0003 ആണ്. ഇനി അപ്പോൾ നമുക്ക് വാല്യൂ 2D എന്ന് കിട്ടും. പക്ഷേ നമുക്ക് 12 ബിറ്റ് ആണ് എന്ത് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. അപ്പോൾ 2Dനെ നമുക്ക് എങ്ങനെ എഴുതാം? 02D എന്ന് എഴുതി കൊടുക്കാം. 2Dനെ 02D എന്ന് എഴുതാം. ഓക്കെ. ഇനി നമുക്ക് 4 ബിറ്റിൽ എങ്ങനെ എഴുതാം? 4 ബിറ്റിൽ എന്ന് പറഞ്ഞാൽ അടുത്തത് NIXC നോക്കാം. ഓക്കെ. NIXC എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഓപ്കോഡ് ഓപ്ടാബിൽ നിന്ന് നമുക്ക് തന്നിട്ടുണ്ട് 14 ആണ്. ഈ 14 കറസ്പോണ്ടിങ് 0001ഉം 4ന് കറസ്പോണ്ടിങ് 0100 എഴുതിയിട്ടുണ്ട്. ഇനി ഈ ഒപ്കോഡിൻ്റെ വാല്യൂ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒപ്കോഡിന് നമ്മൾക്കറിയാം 6 ബിറ്റ് ആണ് അല്ലേ? ഈ ഒപ്കോഡിന് എന്താണ് 6 ബിറ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെഴുതാൻ പറ്റും? 00001 01 കഴിഞ്ഞിട്ട് ബാക്കി 2 0 കൂടി ഇവിടെ ഇട്ട് കൊടുക്കും. ഓക്കെ. പിന്നെ പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് ആയതുകൊണ്ട് 1, X ഇൻഡെക്സ് രജിസ്റ്റർ അല്ലാത്തതുകൊണ്ട് 0, ബേസ് റിലേറ്റീവ് അല്ലാത്തതുകൊണ്ട് 0, ഫോർമാറ്റ് 3 ആയതുകൊണ്ട് ഈ ബിറ്റ് 0. ഇത്ര എഴുതിയതിന് ശേഷം ഇവിടെ നോക്കാം എന്ത്, അതായത് ഒരു കണ്ടീഷനുണ്ട്. ഇഫ് ഇറ്റ് ഈസ് നൈദർ ഇൻഡയറക്റ്റ് നോർ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് ആണെങ്കിൽ N = 1ഉം I = 1ഉം ആയിരിക്കും. ഇൻഡയറക്റ്റും അല്ല ഇമ്മീഡിയറ്റും അല്ലാത്ത കേസിൽ നമ്മൾ Nനും Iക്കും 1 ഇട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ ഓൾറെഡി എഴുതിയ 0 മാറ്റിയിട്ട് ഇവിടെ 1 ആവും. ഓക്കെ. ഇനി ഇത് ഒബ്ജക്റ്റ് ഓർഡറിലേക്ക് എഴുതുകയാണെങ്കിൽ 0001 എന്ന് പറയുന്നത് 1, 011 എന്ന് പറയുന്നത് 7, പിന്നെ 2 അല്ല എത്ര വരും? 2 വരും അല്ലേ? പിന്നെ ബാക്കി എടുത്ത് എഴുതുക 02D. ഓക്കെ. അപ്പോൾ 17202D എന്നാണ് അതിൻ്റെ ഒബ്ജക്റ്റ് കോഡ് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് എടുക്കുക. C ലൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട്
3F2FEC. ഈ ഒബ്ജക്റ്റ് കോഡ് എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ഇവിടെയും സി ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പ് കോഡിന് ശേഷം ഒരു മെമ്മറി ലൊക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഒപ്പ് കോഡ് മാത്രമാണോ എന്ന് നോക്കുക, അല്ല. അപ്പോൾ ഫോർമാറ്റ് 1 അല്ല. ഇനി രജിസ്റ്റർ ടു രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻ ആണോ നോക്കുക, അതുകൊണ്ട് ഫോർമാറ്റ് അതുമല്ല. അപ്പോൾ ഫോർമാറ്റ് 2 അല്ല. ഇനി ഫോർമാറ്റ് 4 ആണെങ്കിൽ ഒരു പ്ലസ് ഉണ്ടാകും, അതുകൊണ്ട് ഫോർമാറ്റ് 4ഉം അല്ല. ഫോർമാറ്റ് 3 ആണെങ്കിൽ ആദ്യം നമ്മൾ ട്രൈ ചെയ്യുന്നത് എന്താണ്, TC റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡാണെന്ന് ട്രൈ ചെയ്യുന്നു. ഫസ്റ്റ് ഓപ്പ് കോഡിന് NIXBP ഡിസ്പ്ലേസ്മെൻറ്റ് 12 ബിറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. സി ലൂപ്പ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ് എന്ന് പറയുന്ന അഡ്രസ്സിലാണ് അല്ലേ. ഇതിപ്പോൾ 0017 ആണ്, അതായത് അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ വിൽ ബി 1A. ഓക്കെ, സി ലൂപ്പ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 6-ലാണ്. അപ്പോൾ 6 - 1A എന്ന് പറഞ്ഞാൽ -14 കിട്ടും. അപ്പോൾ -14 വരുന്ന കേസിൽ അത് 2's കോംപ്ലിമെൻറ്റ് ഓഫ് ദി നെഗറ്റീവ് നമ്പർ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഫസ്റ്റ് 1's കോംപ്ലിമെൻറ്റ് കാണും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ എഴുതും, 1ന് കറസ്പോണ്ടിങ് എഴുതും, എന്തെഴുതും 0001. പിന്നെ 4ന് കറസ്പോണ്ടിങ് എഴുതും 0100 എഴുതും. ഇനി ഇത് നമുക്ക് 12 ബിറ്റാണ് വേണ്ടത്, അതുകൊണ്ട് ഈ 14ൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്തു 0 എഴുതി കൊടുക്കും. 014 എന്നാണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം ഒരു 000യും കൂടി എഴുതി കൊടുക്കും. ഇനി 1's കോംപ്ലിമെൻറ്റ് കാണുമ്പോൾ ആ 00 എല്ലാം കൂടെ 1111 ആവും. പിന്നീട് 1110 ആവും. പിന്നെ 1011. അതിനോട് പ്ലസ് ആഡ് ചെയ്യാനല്ല വേണ്ടത്. 1's കോംപ്ലിമെൻറ്റ് കണ്ടിട്ട് പ്ലസ് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് 2's കോംപ്ലിമെൻറ്റ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് FEC എന്ന് ഹെക്സിൽ കിട്ടും. ഓക്കെ, FEC എന്നാണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ കിട്ടുക. ഇനി നമുക്ക് ഓപ്പ് കോഡ് തന്നിട്ടുണ്ട്, എന്ത് അതായത് ജമ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനും ഓപ്പ് ടാബ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3C എന്ന് പറയുന്ന ഓപ്പ് കോഡാണ് കിട്ടുക. അപ്പോൾ 3C എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി കൊടുക്കുക ബൈനറി വാല്യൂസ് 00111. ഇനി സിക്ക് കറസ്പോണ്ടിങ് 1100. ഇനി ഇത് എന്ത് ചെയ്യാം, നമുക്ക് ഓപ്പ് കോഡ് 6 ബിറ്റ് ആണ്, അതുകൊണ്ട് ആ 6 ബിറ്റ് ഇവിടെ എഴുതുക. 001111 വരെ എഴുതിയിട്ട് ബാക്കി ഇവിടെ എഴുതി കൊടുക്കുക, 00 എഴുതി കൊടുക്കുക. ഇനി എന്ത് ചെയ്യാം, ഇവിടെ നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്, ഇൻഡയറക്റ്റ് മോഡും അല്ല ഇമ്മീഡിയറ്റ് മോഡും അല്ലാത്ത കേസിൽ Nഉം Iയും 1 ആയിരിക്കും. ഓക്കെ, ഇനി ഇൻഡെക്സ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നില്ല. ബേസ് ബിക്ക് എന്താണ് 0 ആണ്. P എന്ന് പറയുന്നത് 1 ആയിരിക്കും, അതായത് പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് ആയതുകൊണ്ട് 1 ആണ്. പിന്നെ ഈ ബിറ്റ് 0 ആണ്, ഫോർമാറ്റ് 3 ആയതുകൊണ്ട് ഈ ബിറ്റ് 0 ആണ്. ഓക്കെ, ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുക 3 ആയിരിക്കും. ഇത് 0011 എന്ന് പറഞ്ഞാൽ 3, പിന്നെ ഫുൾ 1111 എന്ന് പറഞ്ഞാൽ F. ഓക്കെ, പിന്നെ 0010 എന്ന് പറഞ്ഞാൽ 2, ബാക്കി FEC എടുത്തത്. അങ്ങനെ 3F2FEC എന്നാണ് ഇതിൻ്റെ ഒബ്ജക്റ്റുകൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ഓപ്പറൻറ്റ് ഉണ്ടെങ്കിൽ LDA #3 ഓപ്പറൻറ്റ് വാല്യൂ. ഇവിടെ എത്രയാണ് ഓപ്പറൻറ്റ് വാല്യൂ ഇറ്റ്സെൽഫ് ഈ ഇൻസ്ട്രക്ഷനിൽ ഗിവൺ ആണ്. ഓപ്പറൻറ്റ് വാല്യൂ ഇറ്റ്സെൽഫ് ഇൻസ്ട്രക്ഷൻ ഗിവൺ ആണ്. LDAക്ക് കറസ്പോണ്ടിങ് ഓപ്പ് കോഡ് 00 ആണ്. ഓക്കെ, ദെൻ ഇവിടെ എല്ലാം 000 എന്ന് എഴുതാം. ഓക്കെ, ഇനി I ബിറ്റ് എന്താണ്, ഇമ്മീഡിയറ്റ് ആയതുകൊണ്ട് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് ആയതുകൊണ്ട് നമ്മൾ Iക്ക് 1 കൊടുക്കുന്നു. പിന്നെ X ഇല്ലാത്തത് കൊണ്ട് 0, B 0, പ്രോഗ്രാം റിലേറ്റീവ് അല്ല 0, ഈ ബിറ്റ് 0 അല്ലേ. ഈ 0 എന്ന കേസ് എന്ന് പറയുകയാണെങ്കിൽ ഫോർമാറ്റ് 3 ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിവിടെ അഡ്രസ്സ് അല്ല ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എത്ര വേണം, 12 ബിറ്റ് വേണ്ടതുകൊണ്ട് ഈ വാല്യൂ നമുക്ക് ഇമ്മീഡിയറ്റ് വാല്യൂ ഇറ്റ്സെൽഫ് ആണ് ഓപ്പറൻറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ 3ക്ക് കറസ്പോണ്ടിങ് നമുക്ക് എങ്ങനെ എഴുതാം, 003 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് 0, ഇവിടെ 00ന് കറസ്പോണ്ടിങ് 0, പിന്നെ 1, പിന്നെ അഗെയിൻ 0, ബാക്കി 003 എഴുതി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിൽ തന്നെയുള്ള അടുത്ത ഇൻസ്ട്രക്ഷൻ, അത് പ്ലസ് LDT #4096. ഓക്കെ, ഇവിടെ പ്ലസ് ഉള്ളത് കൊണ്ട് ഇത് ഫോർമാറ്റ് 4 ആണെന്ന് മനസ്സിലാക്കാം. #4096 ആയതുകൊണ്ട് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡും ആണ്. ഫോർമാറ്റ് 4ൽ ഓപ്പ് കോഡ് NIXBP അഡ്രസ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത്ര 20 ബിറ്റ് അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ 4096 എന്ന് പറയുന്നത് ഹെക്സാഡെസിമലിലാണ്. 4096 എന്ന് പറയുന്നത് ഹെക്സാഡെസിമലിൽ എന്തായിരിക്കും, 100 ആയിരിക്കും അല്ലേ. അപ്പോൾ 4096
96 അതുപോലെ നമ്മളിവിടെ എഴുതി കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ ആണ് നമ്മൾ കാണുന്നത് അല്ലേ. മുമ്പൊക്കെ അങ്ങനെ കണ്ടിട്ട് 2D എന്നൊക്കെ പറഞ്ഞ് ഹെക്സാഡെസിമലാണ് നമ്മൾ ഇത് കംപ്ലീറ്റ് ഒബ്ജക്റ്റ് കോഡിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 4096ൻ്റെ ഹെക്സാഡെസിമൽ 1000 ആണ്. ഇനി പ്ലസ് ആയതുകൊണ്ട് ഫോർമാറ്റ് 4ഉം. സോ ഈ ബിറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഫോർമാറ്റ് 4ൽ ഈ ബിറ്റിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഐ ബിറ്റ് എന്താണ്? 1 ആണ്. പിന്നെ ഓപ്കോഡിൻ്റെ വാല്യൂ 74 എന്ന് തന്നിട്ടുണ്ട്. ഓപ്കോഡിൻ്റെ വാല്യൂ 74 ആണ്. അതിന് കറസ്പോണ്ടിങ് വാല്യൂസ് എഴുതിയ 0 1 1 1 വരും. 7ന് കറസ്പോണ്ടിങ്, 4ന് കറസ്പോണ്ടിങ് 0 1 0 0. ഓക്കെ, ഇനി അത് നമ്മളിവിടെ എഴുതുന്നു 0 1 1 1 0 1 വരെ എഴുതും. ബാക്കി എന്താണ് 0 0 ആയിരുന്നു, പക്ഷേ എങ്കിൽ ഐ ബിറ്റ് 1 ആയതുകൊണ്ട് ഐക്ക് കറസ്പോണ്ടിങ് എന്താണ്? 1 കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ എന്ത് എഴുതണം? അഡ്രസ്സ് എന്ന് പറയുന്നത് 1000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 ബിറ്റ് ആവുന്നുള്ളൂ. അതുകൊണ്ട് ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ എന്താവും? അത് 20 ബിറ്റ് അഡ്രസ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ എന്ത് വരും? ഇവിടെ 7 വരും, 5, അതുപോലെ ഇവിടുത്തെ 1, ബാക്കി 0 1 0 0 0 എന്ന് വരും. ഓക്കെ, ഇത്രയാണ് നമുക്ക് മെഷീൻ ഡിപ്പെൻഡൻറ്റ് ഫീച്ചേഴ്സിൽ ഒബ്ജക്റ്റ് കോഡ് ജനറേഷൻ അതുപോലെ പഠിക്കാനുള്ളത്.